നന്നായി ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം ഇത് നമ്മളെ വീഡിയോൻ്റെ പാർട്ട് 2 ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ ഈ വീഡിയോൻ്റെ ബാക്കി ചെയ്യാൻ പോവാണ്. അപ്പം പാർട്ട് 2 നമ്മൾ അടിപൊളിയായിട്ട് ചേർക്കുന്നുണ്ട്. പക്ഷേ ഈ സാധനം നമ്മൾ ഫുൾ അങ്ങോട്ട് നന്നായി അബ്സോർബ് ചെയ്യണം. പക്ഷെ ഓവർ നന്നാക്കണ്ട, അബ്സോർബ് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്ന കൈ കൊണ്ടാക്കരുത്, സ്പൂൺ കൊണ്ട് അബ്സോർബ് ചെയ്യിപ്പിക്കാൻ. അപ്പം ഗൈസ് ഞാൻ ഇവിടെ ഇതിൽ കുറച്ചും കൂടി നേരത്തെ ഇട്ട പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് മധുരവും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് പഴങ്ങളൊക്കെ ഇടാം ഫ്രണ്ട്സ്. അതിൻ്റെ മുമ്പ് നമുക്ക് ഒന്ന് ഓയിൽ ഒഴിക്കാണ്ട്, ഗ്യാസൊക്കെ കത്തിച്ച് ഓയിൽ ഒഴിക്കാണ്ട്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഓയിലാണ് വേണ്ടിയത്. ഓയിലാണ്. അപ്പം ഗൈസ് നമുക്ക് കുറച്ചും കൂടി ഓയിൽ വേണം. ഇനി കുറച്ചും കൂടി ഓയിൽ വേണം. ഞാനൊരു റെഡിയാവും. പിന്നെ എത്ര വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഓയിൽ വേണം. ഇനി ഓയിൽ കിട്ടിയാണ് വെച്ചിട്ട് ആക്കിയതാണ്. നമ്മൾ പഴം ഇതിന്ന് എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊതിയുക. പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എടുക്കുക. ബാക്കിയൊക്കെ കുറച്ചാണ് ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആയത് ഒന്ന് മറിച്ചിടണം. ഇതായിട്ടുണ്ട്. അപ്പം ഇതൊന്ന് മറിച്ചിടണം. അപ്പം ഇതുമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മറിച്ചിടണം. അപ്പം നമ്മൾ ഈ ആയതൊക്കെ ഒന്ന് എടുത്തിട്ട് എണ്ണ ഇങ്ങനെ ആക്കിയിട്ട് നല്ലോണം എണ്ണയൊക്കെ പോക്കിയിട്ട് ഈ ടിഷ്യൂവിലേക്ക് ഇടണം. നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഇടാൻ. എണ്ണൊക്കെ നല്ലോണം പോകണം. എന്നിട്ട് ഈ ടിഷ്യൂലേക്ക് ഇടണം. ഇതിപ്പം ഇവിടെ ആവുന്നുണ്ട്. അപ്പം ഇതാവുമ്പോഴേക്കും നമുക്ക് ചായ ഉണ്ടാക്കാം. അപ്പം നമുക്ക് വേണ്ടി ഒരു മിൽക്ക് പാനാണ്. പിന്നെ ഈ സാധനം ഈ അൽമറായി ആണ് ഇതിൻ്റെ കമ്പനി. ഇത് പാലാണ്. പിന്നെ ഈ വെള്ളമാണ് നമുക്ക്. ഇത് സാധാ വെള്ളമാണ്. വെള്ളം ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത്ര വെള്ളം നമുക്ക് മതി. ഇത് ക്യാമറ ക്ലിയർ ആവും, ചിലപ്പോൾ ക്ലിയർ ആവും. അപ്പം ക്യാമറയിൽ ക്ലിയർ ഒക്കെ ഉണ്ട്. അപ്പം
നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന വെച്ച ഡിസ്റ്റർബ് ഒന്നും സാരമില്ല. ഡിസ്റ്റർബ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അങ്ങനത്തെ ഡിസ്റ്റർബൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഫിക്സ് ചെയ്ത് തരാം. ഇനി നമുക്ക് പാലാണ് വേണ്ടത്. അപ്പം ഈ പാലൊന്ന് നമ്മൾ എടുത്തിട്ട് ഒഴിക്കാം. പാൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. നമ്മളെ പാൽ ഇപ്പം ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മൾ ഈ പഞ്ചസാരയും ചായപ്പൊടിയും അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഗൈസ് നമ്മളെ ചായ അങ്ങനെ ആയിട്ടുണ്ട്. ചായക്ക് നല്ല ഒരു വ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ചായ അപ്പം തിളച്ച് വരുന്നുണ്ട്. അപ്പം ഗൈസ് നമ്മളെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഗൈസ് ഞാൻ പഴംപൊരി ടേസ്റ്റ് ചെയ്തു.